ഐതിഹ്യമാല അധ്യായം 68. കായംകുളത്തെ രാജാവിന്റെ ശ്രീചക്രം. കായംകുളം രാജ്യം പിടിച്ചെടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി രാമയ്യൻ ദളവ തിരുവിതാംകൂർ, അതായത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ചാരത്വം സ്വീകരിച്ചു. ഒരിക്കൽ വേഷം മാറി കായംകുളത്ത് ചെന്ന് ചേരുകയും ചെയ്തു. ഗൂഢമായി അവിടുത്തെ സ്ഥിതിഗതികൾ അന്വേഷിച്ചപ്പോൾ രാജ്യവും വംശവും നശിക്കത്തക്കവണ്ണമുള്ള ചില ദുർനടപ്പുകൾ രാജാവിനുള്ളതായി ദളവയ്ക്ക് അറിവ് കിട്ടി. എങ്കിലും അവിടെ ഐശ്വര്യം ഉപരി വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതായി അതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം വീണ്ടും അന്വേഷിച്ചു. അപ്പോൾ ആ രാജാവിന്റെ തേവാരപ്പുരയിൽ ഒരു ശ്രീചക്രം ഇരിക്കുന്നുണ്ടെന്നും അത് സർവ്വലക്ഷണങ്ങളും ഒത്തതാണെന്നും അതിന്റെ പൂജ പ്രതിദിനം അവിടെ ശരിയായി നടന്നു വരുന്നുണ്ടെന്നും അതവിടെ ഇരിക്കുന്ന കാലത്ത് ആ രാജ്യത്തിനും രാജവംശത്തിനും ഐശ്വര്യഭാവി വർദ്ധിയില്ലാതെ ഒരു നാശവും ഒരിക്കലും ഉണ്ടാകില്ലെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ഏതു വിധവും ഈ ശ്രീചക്രം തട്ടിയെടുത്ത് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം തീർച്ചയാക്കുകയും ചെയ്തു. അനന്തരം ദളവ ഒരു ഭ്രാന്തന്റെ വേഷം ധരിച്ച് തേവാരപ്പുരയുടെ അടുക്കൽ ചെന്നുകൂടി. വല്ലതുമൊക്കെ അസംബന്ധങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അദ്ദേഹം അവിടെ ഉപദ്രവമൊന്നും ചെയ്തിരുന്നില്ല. എന്നു മാത്രമല്ല, അതിരാവിലെ കുളിച്ച് ഭസ്മക്കുറയിട്ട് പൂക്കൾ ഒരുക്കി കൊടുക്കുക, പൂജാപാത്രങ്ങൾ തേച്ച് മുക്കി കൊടുക്കുക മുതലായ ചില ഉപകാരങ്ങൾ ചെയ്തു പോയി. ഇങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാധു മനുഷ്യന് ഭ്രാന്തുണ്ടെങ്കിലും ഇയാൾക്ക് ഉപദ്രവകാരിയല്ല എന്നൊരു വിശ്വാസം അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പൂജക്കാർ രാവിലെ കുളിച്ചു വന്ന് നിർമാല്യം വാരി പുറത്തിട്ടാലുടനെ ഈ ഭ്രാന്തൻ അതെല്ലാം വാരി ഒരു വട്ടയിലാക്കി തലയിൽ വെച്ചുകൊണ്ട് കോട്ടവാതിൽക്കൽ ചെന്ന് അവിടെ കാവൽ നിൽക്കുന്നു. അവിടുത്തെ പട്ടാളക്കാരോട് ഇതാ ശ്രീചക്രം ഞാൻ കൊണ്ടുപോകുന്നു, വേണമെങ്കിൽ പിടിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകുമെന്ന് പറയും. അപ്രകാരം തന്നെ രാജാവിരിക്കുന്ന മാളികയുടെ ചുവട്ടിലും ചെന്ന് നിന്ന് ഇതാ ശ്രീചക്രം ഞാൻ കൊണ്ടുപോകുന്നു, ഇവിടുത്തെ ചോറ് തിന്നുന്ന പട്ടാളക്കാർ നന്ദിയില്ലാത്തവരാണ്, അവരോട് ഞാൻ വിവരം പറഞ്ഞിട്ട് അവർ എന്നെ പിടിച്ചില്ല, അവിടുന്ന് മൗനം അവലംബിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശ്രീചക്രം പോകും, ഇവിടെ നശിക്കുകയും ചെയ്യും, പിന്നെ വിചാരിച്ചാൽ ഫലമൊന്നും ഉണ്ടാവുകയില്ല എന്ന് വിളിച്ചു പറയും. ഇത് കേട്ട് പട്ടാളക്കാരും രാജാവിന്റെ ആൾക്കാരും 2-3 ദിവസം ഭ്രാന്തന്റെ വട്ടി പരിശോധിച്ചു. അതിൽ പൂക്കളല്ലാതെ ഒന്നും കണ്ടില്ല. അതിനാൽ ഇയാൾ വെറുതെ ഭ്രാന്ത് പറയുകയാണ്, അങ്ങനെയാണെന്ന് എല്ലാവരും തീർച്ചയായിട്ടു. പിന്നെ അയാൾ വിളിച്ചു പറഞ്ഞാൽ ഓഹോ കൊണ്ടുപോയിക്കൊള്ളൂ, ഇവിടെ ആർക്കും ശ്രീചക്രം വേണ്ട എന്നെല്ലാവരും പറയുക പതിവായി. ഇങ്ങനെ ഏകദേശം 6 മാസത്തോളം കാലം പതിവായി ചെയ്തതിനു ശേഷം ഒരു ദിവസം തേവാരപ്പുരയിൽ പൂജക്കാരനില്ലാതിരുന്ന തരം നോക്കി രാമയ്യൻ ദളവ ശ്രീചക്രം എടുത്ത് വട്ടിയിലാക്കി അതിന്റെ മീതെ പൂക്കളും വാരിയിട്ട് തലയിൽ വെച്ച് പതിവ് പോലെ കോട്ടവാതിൽക്കലെത്തി പട്ടാളക്കാരെ വിളിച്ച് ഇതാ ശ്രീചക്രം ഞാൻ കൊണ്ടുപോകുന്നു, ഇത്രയും നാൾ പറഞ്ഞതുപോലെ അല്ല എന്ന് സത്യമായിട്ടും ശ്രീചക്രം എന്റെ വട്ടിയിലുണ്ട് എന്ന് പറഞ്ഞു. എങ്കിലും ഇയാൾ പതിവ് പോലെ ഭ്രാന്ത് പറയുകയാണെന്ന് വിചാരിച്ച് പട്ടാളക്കാർ ചിരിച്ചുകൊണ്ട് എന്നാൽ വട്ടി പരിശോധിക്കുന്നതിനോ ചെന്നില്ല. രാമയ്യൻ പിന്നെ രാജാവിരിക്കുന്ന മാളികയുടെ ചുവട്ടിലും ചെന്ന് നിന്ന് പതിവ് പോലെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടിട്ട് രാജാവും ചിരിച്ചുകൊണ്ടിരുന്നതേയുള്ളൂ. ഉടനെ രാമയ്യൻ നേരെ തെക്കോട്ട് വച്ചടിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് പൂജക്കാരൻ ദേവാരപ്പുരയിൽ ചെന്ന സമയം അവിടെ ശ്രീചക്രം കാണായികയാൽ പരിഭ്രമിച്ച വിവരം കാട്ടുനിന്നിരുന്ന പട്ടാളക്കാരെ അറിയിച്ചു. അപ്പോഴേക്കും അവിടെ വലിയ ബഹളമായി. സംഗതി രാജാവ് വരെ എല്ലാവരും അറിഞ്ഞു. ഭ്രാന്തനെ അന്വേഷിച്ച് പിടിക്കുന്നതിനായി രാജഭടന്മാർ 4 ദിക്കിലേക്കും ഓട്ടം തുടങ്ങി. അപ്പോഴേക്കും ഭ്രാന്തൻ വേഷം മാറി പമ്പ കടന്നിരുന്നതിനാൽ ഭടന്മാരെല്ലാം ഇച്ഛാഭംഗത്തോടുകൂടി മടങ്ങിപ്പോന്നു. ഭ്രാന്തനെ എങ്ങും കാണുവാനില്ലെന്ന് രാജസന്നിധിയിൽ അറിയിച്ചു. ആ ശ്രീചക്രം പോയതിനാൽ രാജാവും രാജ്യവാസികൾക്കും വളരെ മനസ്താപമുണ്ടായി. അവിടെ പിന്നെയും പലവിധത്തിൽ അതിനെപ്പറ്റി അന്വേഷണങ്ങൾ നടത്തി. ഒരു തുമ്പും ഉണ്ടായില്ല. അധികം താമസിയാതെ കായംകുളം രാജ്യം തിരുവിതാംകൂറിൽ ചേരുകയും ചെയ്തു. ആ ശ്രീചക്രം ഇപ്പോഴും തിരുവനന്തപുരത്ത് ദേവാരപ്പുരയിൽ ഇരിക്കുന്നുണ്ടെന്നാണ് കേൾവി.